അടുത്തത് ഇമ്മീഡിയറ്റ്ലി ഇൻവോക്ഡ് ഫംഗ്ഷൻ എക്സ്പ്രഷൻ അഥവാ ഇമ്മീഡിയറ്റ്ലി ഇൻവോക്ഡ് ഫംഗ്ഷൻ എക്സ്പ്രഷൻ. എന്താണോ ഇഫി? പറയൂ. ഇഫി എന്ന് പറഞ്ഞാൽ ലൈക്ക് ഞാനൊരു ഫംഗ്ഷൻ എഴുതി ആഡ് അല്ലെങ്കിൽ ഫംഗ്ഷൻ പ്രിന്റ്. ആ ഫംഗ്ഷനകത്ത് തൽക്കാലം ഞാൻ പാരാമീറ്റർ ഒന്നും കൊടുക്കുന്നില്ല. ഓക്കെ, പാരാമീറ്റർ ഒന്നും കൊടുക്കുന്നില്ല. ജസ്റ്റ് ഞാൻ എന്തോ പ്രിന്റ് ചെയ്ത് വെച്ച്. ഓക്കെ, എന്തോ ഒരു ഫംഗ്ഷൻ അത് ഞാൻ പ്രിന്റ് ചെയ്ത് വെച്ചു. ഈ ഫംഗ്ഷനെ ഞാനിപ്പോ ബൈ ഡിഫോൾട്ട് നോഡ് ഇഫ് വിളിച്ചാൽ വർക്ക് ആവുമോ? ഞാൻ അതിന്റെ പേര് വിളിച്ചാൽ മാത്രമേ അത് എക്സിക്യൂട്ട് ആകത്തുള്ളൂ. വിളിക്കാത്തോണ്ടാണ് അത് വരാത്തത്. അപ്പൊ അവിടെ പ്രിന്റ് ഇട്ടു. ഞാനിപ്പോ ഇങ്ങനെ വിളിച്ചാൽ വരും. ഓക്കെ, ഇങ്ങനെ വിളിച്ചാൽ അത് വരും. ഓക്കെ, ഇനി എന്താണ് നമുക്ക് ഇഫി എന്ന് നോക്കാം. ഇഫി എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എനിക്ക് റൺ ചെയ്യുമ്പോൾ തന്നെ ആ ഫംഗ്ഷൻ റൺ ആവണം. അതിനെ പ്രത്യേകിച്ച് കല്യാണത്തിനൊക്കെ വിളിക്കാതെ പോകുന്ന ആൾക്കാരെ, അതുപോലെ ഫയൽ റൺ ആയാൽ ഈ സാധനം റൺ ആയിരിക്കണം. അതിനപ്പം നമ്മൾ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ ആദ്യം ഇതിനെ പിടിച്ചൊരു റൗണ്ട് ബ്രാക്കറ്റിനകത്തിടും. എന്നിട്ട് ഇതിനെ ഇവിടെ ഒരു റൗണ്ട് ബ്രാക്കറ്റ് ഇടും. ഇപ്പൊ വിളിക്കാതെ വന്നില്ലേ? ഇവിടെ ഇപ്പൊ സംഭവിച്ചത് എന്താന്ന് വെച്ചാൽ കേളി ബ്രാക്കറ്റ് ആണെങ്കിൽ ബൈ ഡിഫോൾട്ട് റൺ ആവത്തില്ല, അത് റിട്ടേൺ എന്നൊരു കേസാണ്. ഞാനപ്പോ അതിന് ഒരു ഇതിനകത്ത് ഇടുമ്പോഴത്തേക്ക് അതൊരു എക്സ്പ്രഷൻ കൈൻഡ് ഓഫ് രീതിയിലായി. പിന്നെ നമ്മൾ ഇവിടെ പ്രിന്റ് ഇട്ടിട്ട് അതിനെ നമ്മൾ ഈ ഒരു പാരാന്തസിസ് ഇട്ട് വിളിക്കത്തില്ല, അതുപോലെ ഞാൻ ഇവിടെയും കൂടെ ഇട്ടങ്ങ് വിളിക്കും. ഇപ്പൊ അത് റൺ ആയി. ഇതാണ് ഇമ്മീഡിയറ്റ്ലി ഇൻവോക്ഡ് ഫംഗ്ഷൻ എക്സ്പ്രഷൻ. ഇനി ആ പേര് നോക്കുകയാണെങ്കിൽ ആ ഒരു ഫയല് ഞാൻ റൺ ചെയ്തപ്പോ തന്നെ അത് ഓട്ടോമാറ്റിക്കലി ഇൻവോൾവ് ആയി. ഒരു ഫംഗ്ഷൻ ഞാൻ ആ ഫയല് റൺ ചെയ്തപ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി ഇൻവോക്ക് ആയി. അതിനെയാണ് ഇഫി എന്ന് വിളിക്കുന്നത്. ഐ മീൻ ഇഫി എന്ന ഫംഗ്ഷൻ എക്സ്പ്രഷൻ, ആ ഒരു ഇത് ഇട്ടുകൊണ്ടാണ് അതിപ്പോ ഒരു എക്സ്പ്രഷൻ ആയത്. അത് ഞാൻ ഈ സാധനം കൂടി ഇട്ടുകൊണ്ട് ഓട്ടോമാറ്റിക്കലി ഫയൽ റൺ ചെയ്തപ്പോൾ ഇൻവോക്ക് ആയി. നമ്മുടെ ഇന്ന് കണ്ട ഒരു ആരോ ഫംഗ്ഷൻ ഉണ്ട്. ഇവനാണ് ആരോ ഫംഗ്ഷൻ, നമ്മൾ ഇന്ന് കണ്ടായിരുന്നു. സോ ഇവനകത്തും ഞാനിപ്പോ വേറെ ഏതോ പ്രിന്റ് ഞാനിപ്പോ ഇതിനെയും ഇതിനകത്തിട്ടു ഒരു ഫുൾ കോൾ ഇട്ടു. കണ്ട, വർക്കായി. സോ അതാണ് ഇഫി. ഇനി നമുക്ക് നെയിംഡ് ഇഫി ഉണ്ട്, അൺനെയിംഡ് ഇഫി ഉണ്ട്. നെയിംഡ് ഇഫി എന്ന് വെച്ചാൽ ഇതിനൊരു പേര് കാണും. അൺനെയിംഡ് എന്ന് വെച്ചാൽ അതിന് പേര് കാണത്തില്ല. ഇവന് പേരുള്ളതുകൊണ്ട് ഇത് നെയിംഡ് ഇഫി, ഇതിന് പേരില്ലാത്തതുകൊണ്ട് ഇത് നോർമൽ ഇഫി. അത്രേ ഉള്ളൂ, അതിനകത്ത് പിന്നെ കാര്യമൊന്നുമില്ല.